കേരളത്തിൽ SIR നടപ്പാക്കാനുള്ള ആദ്യഘട്ട നടപടികൾ തുടങ്ങിയിരിക്കുന്നു. പരിശോധനയ്ക്കായി ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ ഖേൽക്കർ പാലക്കാട് അട്ടപ്പാടിയിലെത്തി. 2002 വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തും. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരുന്നതിന് മുമ്പാണ് പരിശോധനകൾ ആരംഭിക്കുന്നത്. സാജിദ് അജ്മൽ വിശദാംശം നൽകും. സാജിദ്, രത്തൻ ഖേൽക്കർ അട്ടപ്പാടിയിലെത്തിയത് SIRമായി ബന്ധപ്പെട്ട നടപടികൾക്ക് തന്നെയാണെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അതിന്റെ എന്ത് നടപടികളാണ് ഇപ്പോൾ തുടരുന്നത്? എന്തുകൊണ്ട് അട്ടപ്പാടി തെരഞ്ഞെടുത്തു? എന്താണ് അവിടെ അട്ടപ്പാടിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? സൈഫുദ്ദീൻ, ഏറ്റവും സുപ്രധാനമായ കാര്യം വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധന കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അട്ടപ്പാടിയിലെ 2 ഊരുകളാണ്, ആദിവാസി ഉന്നതികളാണ് ഇതിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ചീഫ് ഇലക്ടറൽ ഓഫീസർ അങ്ങോട്ട് എത്തും. അദ്ദേഹം നിലവിൽ അട്ടപ്പാടിയിലാണ് ഉള്ളത്. ഞാനുള്ള ഈ IHRD കോളേജിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. നമ്മളുമായി വിശദമായി അദ്ദേഹം സംസാരിച്ചിരുന്നു. അദ്ദേഹം SIRന്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് ഈ അട്ടപ്പാടി തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. അതിന് കാരണമായി പറയുന്നത് ഈ പ്രാക്തന ഗോത്ര വിഭാഗങ്ങളായാണ് ആനവായി, ചിണ്ടക്കി ഊരുകളിൽ താമസിക്കുന്നത്. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രയാസം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പിന് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്ന് അറിയുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. ബാക്കി കേരളത്തിന്റെ ഏതാണ്ട് ഈ ഗോത്ര മേഖലയല്ലാത്ത പ്രദേശങ്ങളിലെല്ലാം തന്നെ ആളുകൾക്ക് കൃത്യമായ രേഖകളുണ്ട്. മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഔദ്യോഗികമായി തന്നെ അത് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇതിന്റെ SIRന്റെ തീവ്ര പരിശോധനയുടെ ഒരു ഉദ്ഘാടനമാണെന്ന് ചോദിച്ചപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ തന്നെ നേരിട്ട് എത്തി അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, SIR കേരളത്തിൽ അതിന്റെ തീവ്ര പരിശീലനം തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് അട്ടപ്പാടിയിലെ ആനവായി, ചിണ്ടക്കി ഊരിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ തന്നെ നേരിട്ട് എത്തി. 2002 ഇതിന്റെ ഒരു മാനദണ്ഡമായി പരിഗണിക്കുന്നത്. ഇതിനു മുൻപ് ഒരു സമഗ്രമായ പരിഷ്കരണം വോട്ടർ പട്ടികയിൽ 2002 വന്നിരുന്നത്. 2002ലെയും 2025ലെയും വോട്ടർ പട്ടിക ഒരു താരതമ്യം ചെയ്ത് പഠിക്കും എന്നുള്ളതാണ്. ഇതിൽ ബീഹാർ വലിയ ഒരു ആശങ്കയായി കേരളത്തിന് മുൻപിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം നിരവധി ലക്ഷക്കണക്കിന് ആളുകൾ, 65 ലക്ഷത്തോളം ആളുകൾ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. അത്തരം ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. സൈഫുദ്ദീൻ, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മീഡിയ വണ്ണിലൂടെ പ്രേക്ഷകർ ആദ്യമായി അറിയുകയാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പരിപാടിക്ക് കേരളത്തിൽ തുടക്കമായിരിക്കുന്നു. അട്ടപ്പാടിയിലാണ് ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിവെച്ചിരിക്കുന്നത്. അട്ടപ്പാടിയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ ഖേൽക്കർ നേരിട്ടെത്തി അവിടെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുകയാണ്. സൈഫ് സൈനുലാബ്ദീൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സൈഫ്, അന്ന് രത്തൻ ഖേൽക്കർ പറഞ്ഞത് എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട്, സ്വാഭാവികമായും ഇതിനകത്ത് ആശങ്കകൾ ഉണ്ടാകാം, സംശയങ്ങൾ ഉണ്ടാകാം, അതൊക്കെ പരിഹരിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഒക്കെ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് അതിനുശേഷം 2ാം ഘട്ടം എന്നുള്ള രീതിയിൽ ഇതിന്റെ അവബോധം, ജനങ്ങളിലേക്ക് ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ പരിപാടികളിലേക്ക് കടക്കുമെന്നായിരുന്നു. പക്ഷേ തീർത്തും രഹസ്യമായി അട്ടപ്പാടിയിൽ വെച്ച് ഇതിന്റെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിന്റെ എന്തെങ്കിലും സൂചനകൾ ഇന്നിപ്പോൾ അട്ടപ്പാടിയിൽ നിന്ന് ആദ്യം ഈ വാർത്ത നമ്മൾ പുറത്തുവിടുന്നതിന് മുമ്പേ നമുക്ക് ആർക്കെങ്കിലും ലഭിച്ച ഒന്നാണോ? ഇങ്ങനെ തുടങ്ങുന്നതിനെ എങ്ങനെ കാണണം? ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രത്തൻ ഖേൽക്കറുമായി നമ്മൾ ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം അന്ന് വ്യക്തമാക്കിയത് SIR നടപ്പാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ബീഹാറിൽ ഇത് നടപ്പാക്കിയതിന് പിന്നാലെ തന്നെ എല്ലാ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരെ, എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വോട്ടർ പട്ടിക, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് ഇത് ഏകപക്ഷീയമായിട്ട് അത് നടപ്പാക്കില്ല. കാരണം പലതരത്തിലുള്ള ആശങ്കകൾ ബീഹാറിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു, പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിശ്വാസത്തിലെടുത്ത് മാത്രമേ ഇതിന്റെ നടപടികളിലേക്ക് കടക്കൂ എന്ന വിശദീകരണമാണ് അദ്ദേഹം നൽകിയിരുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് പറയാനുള്ളത് കേൾക്കുക, അവർക്ക് വല്ല ആശങ്കയുണ്ടെങ്കിൽ അതുകൂടി കണക്കാക്കിയെടുക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ SIR നടപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോവുക, ആ തീരുമാനമാണ് എടുത്തിരുന്നത്. ഇപ്പോൾ സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ
ഇത് പെട്ടെന്ന് ഇത് ഇന്ന് ആരംഭിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സാജിദ് അജ്മൽ ആ വാർത്ത പുറത്തു വിടുമ്പോഴാണ് നമുക്ക് അതിനകത്തൊരു വ്യക്തത ഉണ്ടാകുന്നത്, ഈ സംഭവം തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ ഇത് നടത്താൻ വേണ്ടിയുള്ള ആലോചനയൊക്കെ ഉണ്ടായിരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം കൂടി വന്നതിന് പിന്നാലെ രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിയാലോചിച്ച് അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ധാരണയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഇന്ന് ആരംഭിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. ഇതിനെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യമാണ്. കാര്യമായ പ്രതികരണങ്ങളിലേക്ക് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഇതുവരെ പോയിട്ടില്ല. ഇപ്പോൾ CPM ആയാലും CPI ആയാലും കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും എല്ലാം അതിനകത്തൊരു കൃത്യമായ പ്രതികരണത്തിലേക്ക് പോയില്ല. കാരണം അവർ യോഗം വിളിക്കുമ്പോൾ നിലപാട് അവിടെ പറയാം എന്നുള്ള ഈ ചിന്തയിലാണ് അവരുണ്ടായിരുന്നത്. പക്ഷേ യോഗം വിളിക്കാതെ തന്നെ ഇതിനകത്ത് ആദ്യഘട്ടത്തിലേക്ക് അദ്ദേഹം കടന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന ആശങ്ക സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്കൊരു വ്യക്തതയുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടുത്ത് പറഞ്ഞ് അതുകൂടി പരിഹരിച്ച് വേണം നടപ്പാക്കാൻ എന്നുള്ള നിർദ്ദേശമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുന്നിലേക്ക് പറയാൻ വെച്ചിരുന്നത്. പക്ഷേ അത് അല്ലാതെ തന്നെ അത് നടപ്പാക്കി തുടങ്ങി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രതിഷേധം, അത് കേരളത്തെ പോലെ രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായ ഒരു സംസ്ഥാനത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രതിഷേധം അത് വരും ദിവസങ്ങളിൽ ഉയർന്നു വരാനുള്ള സാധ്യതയാണ് കണക്കാക്കാൻ കഴിയുന്നത്. സേഫ്റ്റി